ഈ കീഴൂട്ട് കുടുംബസംഗമത്തെക്കുറിച്ചാണ്. കൊട്ടാരക്കര വാളകത്ത് ഇന്നലെ അപൂർവമായൊരു സംഗമം നടന്നു. ശ്രീമൂലം പ്രജാസഭ മുതൽ കീഴൂട്ട് കുടുംബം അധികാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്നലെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാളകത്ത് പറഞ്ഞു. അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ളയിൽ നിന്നാണ് തനിക്ക് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ലഭിച്ചതെന്നും കീഴൂട്ട് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വാളകത്ത് ഇന്നലെ രാവിലെ പറഞ്ഞു. കീഴൂട്ട് കുടുംബത്തിന്റെ ബന്ധുബലം തിരിച്ചറിയാനുള്ള ഒരവസരമായാണ് കുടുംബസംഗമം വിളിച്ചു ചേർത്തതെന്ന ആമുഖത്തോടെയായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത്. അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള ജീവിച്ചിരുന്ന കാലത്ത് തീരുമാനിച്ചതായിരുന്നു കുടുംബസംഗമമെന്നും പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയെന്നും കെ.ബി. ഗണേഷ് കുമാർ. ആർ ബാലകൃഷ്ണപിള്ള എൻ്റെ പിതാവാണ്. എൻ്റെ പ്രിയ പിതാവിൻ്റെ ചിത്രത്തിൽ നമ്മൾ വിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ കാരണം, ലോകം അറിയപ്പെടുന്ന കാരണവർ അദ്ദേഹം തന്നെയായിരുന്നു. കീഴൂട്ട് രാമപിള്ളയുടെ കാലത്ത് ടിവിയും വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ആരും അധികം അറിഞ്ഞില്ല, കണ്ടിട്ടില്ല പലരും. പക്ഷേ ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കീഴൂട്ട് കുടുംബം എന്ന് പറയുമ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ ചിത്രമാണ് തെരിയുന്നത്. സ്നേഹബന്ധത്തിന് ഊന്നൽ നൽകി കുടുംബം മുന്നോട്ടു പോകണമെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ കുടുംബത്തിന്റെ പേര് നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. പരസ്പരം മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന ഒരു വേദി ഒരുക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള സാർ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹം ചിലരാൽ അധിക്ഷേപിക്കപ്പെടും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എം ലോറൻസിന് കൊണ്ട് 2 പെമ്മക്കൾ, കഴിഞ്ഞ ജന്മത്തെ ശത്രുക്കൾ മക്കളായി ജനിക്കും എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തിയെ നമ്മൾ ഇത്രയും സ്നേഹത്തോടെ ആദരിക്കുന്ന വ്യക്തികളെ അധിക്ഷേപിക്കുന്നവർക്ക് സ്ഥാനമില്ല. ചടങ്ങിൽ ആർ ബാലകൃഷ്ണപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം കഥാകാരൻ ഡോക്ടർ അനിൽകുമാറിന് സമ്മാനിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് തൊഴിൽമേളയും കലാപരിപാടികളും അരങ്ങേറി. 24 കൊല്ലം.